ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു സിനിമയുടെ റിലീസിനെ പറ്റിയിട്ടാണ്. ഒരു റിവ്യൂവും കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഒരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. നമ്മുടെ ലാലേട്ടൻ്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാവുന്ന, ലാലേട്ടൻ്റെ മാത്രമല്ല കോ ആക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ആ ഒരു സിനിമ ഞാൻ ആക്ച്വലി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചെറിയച്ഛൻ്റെ ഒപ്പം സ്പ്ലെൻഡറിൽ ബൈക്കിൽ പോയൊരു ഓർമ്മയാണ് എനിക്കുള്ളത്. ഏകദേശം 2007 തോന്നുന്നു, 2007 2008 കണ്ടാണ് ഇത് റിലീസാവുന്നത് ഈ ഒരു സിനിമ. അന്ന് പാലക്കാടുള്ള ഏതൊരു തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. എനിക്ക് പേരിപ്പോൾ ഓർമ്മ കിട്ടണില്ല, ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്നുള്ളത് മാത്രമേ ഓർമ്മയുള്ളൂ. ആ യാത്രയൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കൽപ്പാത്തി പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് വണ്ടികളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എന്നെയൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ തിയേറ്ററിൻ്റെ പേര് എനിക്ക് അന്നൊന്നും ഓർമ്മയില്ല. ആഫ്റ്റർ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത്, ഇതിൻ്റെ സ്ഫടികത്തിൻ്റെ റിലീസിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള 2 സിനിമയായിരുന്നു ലാലേട്ടൻ്റെ തിയേറ്ററിൽ നിന്ന് വീണ്ടും കാണണമെന്ന് ആഗ്രഹമുള്ള 2 സിനിമ എന്ന് പറയുന്നത്. ഒന്ന് ചോട്ടാ മുംബൈ, അതുപോലെ തന്നെ ഹലോ എന്ന് പറയുന്ന സിനിമ. ആ ഒരു സിനിമയും കൂടിയും റിലീസ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സിനിമ ഞാൻ റിലീസ് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊടുങ്ങല്ലൂർ കാളീശ്വരി തിയേറ്ററിൽ നിന്നാണ് ഞാൻ കണ്ടത്. അതും ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു കൊടുങ്ങല്ലൂർ ശ്രീലക്ഷ്മിയിലാണ് ഞാൻ ബുക്ക് ചെയ്തതെന്ന് വിചാരിച്ചു. ഞാനും ഏട്ടനും കൂടിയിട്ടാണ് പടം കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. 12:30 1 മിനിറ്റ് മുമ്പുള്ള സമയത്ത് ഞങ്ങൾ ശ്രീലക്ഷ്മിയിൽ എത്തിയിട്ട് 2 ഗേറ്റും അടച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട് സെക്യൂരിറ്റി ചേട്ടനോട് ഞങ്ങളിങ്ങനെ കയറാനൊക്കെ പോവുകയാണ്. എന്താണ് നിങ്ങൾ ഇതൊക്കെ അടച്ചിട്ടിരിക്കണത്, ഞങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് സമയമില്ല, 1 മിനിറ്റേ ഉള്ളൂ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഏട്ടൻ അവിടെ നിന്ന് വേഗം വിളിച്ച് പറഞ്ഞത്, ആ തിയേറ്റർ മാറിപ്പോയി, നമ്മൾ കാളീശ്വരിയിലാണ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞ് പിന്നെയും അവിടെ നിന്ന് വണ്ടി എടുത്ത് വേഗം കാളീശ്വരിയിലെത്തി. അവിടെ പക്ഷേ 7-8 മിനിറ്റോളം പടം ഡിലേ ആയിരുന്നു. കാരണം അത്രയ്ക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ തുടങ്ങാൻ വൈകിച്ചതാണോ എന്നൊന്നും അറിയില്ല. ഞങ്ങൾ കയറുന്ന സമയത്ത് പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ആഡുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പടത്തിന്റെ താങ്ക്സ് കാർഡ് ഉണ്ടല്ലോ, അതൊരു പുതിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റേ പഴയ പടത്തിൽ ഇങ്ങനെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മയില്ല. പക്ഷെ എന്തായാലും അതിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിനുള്ള ബീറ്റും കാര്യങ്ങളെല്ലാം എനിക്കൊരു ഫ്രഷ് ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മുമ്പത്തെ, അതായത് ആദ്യം ഇറങ്ങിയ ആ ഒരു ടൈമിൽ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. ഈ ഒരു താങ്ക്സ് കാർഡിന്റെ ആ ഒരു പാറ്റേൺ പരിപാടി എനിക്കറിയില്ല, എൻ്റെ ഓർമ്മയിലില്ല. നിങ്ങളത് കണ്ടിട്ട് ഓർമ്മയുണ്ടെങ്കിൽ അതൊന്നും കമന്റ് ചെയ്യുക. ഞാൻ ഇതിനും ഒരുപാട് കാലം മുമ്പാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളൂ. ഈ അടുത്തൊന്നും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫീൽ തന്നെയാണ് ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിനകത്തിരുന്ന് കാണുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കോമഡി പോലും നമുക്ക് എവിടെയും ബോറടിക്കില്ല എന്നുള്ളതാണ്. ഇന്നും ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും എടുക്കാൻ കെൽപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അഭിനയിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ സ്വീകരിക്കും. കാരണം ഇതൊക്കെ ഒരു വൈബ് പടമാണ്, ഒരു രസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാവുന്ന ഒരു, എന്താ പറയുക, ഒരു എവിടെയും നമുക്കൊരു സ്ട്രെസ് ഫീല് തരാത്തൊരു എൻ്റർടൈനർ ഫുൾ പാക്കേജാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. പാട്ടിന് പാട്ട്, ആക്ഷൻ, ഡയലോഗിന് ഡയലോഗ്, കോമഡിക്ക് കോമഡി. ബിജുക്കുട്ടൻ്റെ ഒക്കെ കോമഡി അങ്ങേര് ലൈഫ് ടൈമിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങേര് ചെയ്തിട്ടുണ്ടാവില്ല. എസ്പെഷ്യലി ഇങ്ങേര് മുള്ളൻചന്ദ്രപ്പൻ എന്ന് പറയുന്ന നമ്മുടെ സിദ്ദിഖിക്കയുടെ ആ ഒരു റോള്, അതുപോലെ തന്നെ മണിക്കുട്ടൻ്റെ ഒക്കെ ആ ഒരു പെർഫോമൻസ് ലെവല്, അതൊന്നും പിന്നീട് ആരും ഉപയോഗിച്ച് കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ല. ആ 21 വയസ്സുള്ള മണിക്കുട്ടൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു പെർഫോമൻസും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് മണിക്കുട്ടന്, അതൊന്നും പിന്നീട് അങ്ങനെ അധികം ആരും യൂസ് ചെയ്തിട്ടില്ല. പിന്നെയും ആ ഒരു ഫ്ലെക്സിബിലിറ്റി എനിക്ക് യൂസ് ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളത് കായംകുളം കൊച്ചുണ്ണിയിൽ മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ദ്രയത്തിന് എനിക്ക് ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തത് മറ്റേ വാസ്കോഡ് ഗാമ എന്ന് പറയുന്ന പാട്ടിൽ, ലാസ്റ്റത്തെ ആ പാട്ടിൽ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സ്ക്രീൻ പ്രസൻസ് എനിക്ക് തോന്നുന്നു. ആ പാട്ടിൽ വന്നിട്ടുള്ള എല്ലാവരെക്കാട്ടിലും സ്ക്രീൻ പ്രസൻസ് ഇന്ദ്രയത്തിന് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അത് എസ്പെഷ്യലി എനിക്ക് തോന്നാൻ കാരണം, എനിക്ക് തോന്നുന്നു ലിറിക്സ് ഗംഭീരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ലിറിക്സ് വരുന്ന ആ ഒരു സമയം ഇന്ദ്രയത്തിൻ്റെ ഫേസാണ് നമ്മൾ അവിടെ കാണുന്നതൊക്കെ ഓൾമോസ്റ്റ് കുറേ സീനുകളിൽ. സോ അതിനൊരു കാരണമായി എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് കണ്ടതെന്ന് പിന്നെ വീണ്ടും ശ്രദ്ധിക്കുമ്പോഴാണ് കുറേ സംഭവങ്ങൾ നമുക്ക് പിന്നെയും മനസ്സിലാവുന്നത്. ആ പാട്ടിൽ വന്നിട്ടുള്ള എഡിറ്റുകൾ, കട്ടുകളൊക്കെ എന്തൊരു സ്പീഡിലാണ് മാറിപ്പോകുന്നതെന്ന് അറിയാം. അതായത് ഒരേ ഫേസ് തന്നെ കണ്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ട്സ് ആ ഒരു പാട്ടിനകത്ത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സംഭവമായിട്ട് എനിക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെയാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
പടം ഫുള്ള് വൈബ് പിള്ളേരായിരുന്നു അപ്പോൾ ആ തിയേറ്ററിനകത്തുണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും, റീൽസുകളിലും ഇതിലൊക്കെ ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും തൃശ്ശൂർ ജോസിൽ, അതുപോലെ തന്നെ കവിതയിൽ നടക്കുന്ന എൻജോയ്മെന്റ്സ്, പിന്നെ അതുപോലെ തന്നെ അപ്സരയിൽ, കോഴിക്കോട് അപ്സരയിൽ നടക്കുന്ന കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ അത്ര വലുതൊന്നും അല്ലാന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത നല്ലൊരു സ്ക്രീൻ തന്നെയാണ് ശ്രീകാളീശ്വരിയിലെ സ്ക്രീൻ 2 എന്ന് പറയുന്നതും. അവിടെയും ഏകദേശം 98% സീറ്റ് ഫുള്ളായിരുന്നു. എനിക്ക് ഹൗസ് ഫുള്ളായോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ കയറുന്ന സമയത്ത് 1 റോ എങ്ങാണ്ട് ബാക്കി ഉണ്ടായിരുന്നു ഫുള്ളാവാൻ വേണ്ടിയിട്ട്. മോനെ ഫസ്റ്റ് ആ തല ഇൻട്രോ സീൻ ഉണ്ടല്ലോ, ആ മറ്റേ ചെട്ടിക്കുളങ്ങര പാട്ടും അതുപോലെ തന്നെ വാസ്കോഡഗാമ സോങ് ഒക്കെ പ്യുവർ കൺസേർട്ട് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ വെട്ടിച്ചില്ല് പരിപാടിയായിരുന്നു. ഇതൊന്നും തിയേറ്ററിൽ നിന്ന് ഈ സമയത്ത് കാണാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ ആ സമയത്ത് ഇത്ര ആഘോഷിക്കപ്പെട്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ സംശയമാണ്. കാരണം കൾട്ട് ലെവൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കിട്ടും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പോഴും ഷോസ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നൊരു ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. അതൊക്കെ എന്താ പറയുക, അതൊക്കെ ലാലേട്ടന് മാത്രം പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനി എനിക്ക് ഇതേപോലെ കാണണമെന്ന് ആഗ്രഹമുള്ളൊരു പടമാണ് ഹലോ എന്ന് പറയുന്ന സിനിമ. അതുപോലെ തന്നെ പിന്നെ കാണണമെന്ന് ആഗ്രഹമുള്ളൊരു സിനിമയാണ് താന്തോന്നി, പൃഥ്വിരാജിൻ്റെ താന്തോന്നി എന്ന് പറയുന്നത്. അതുപോലെ പുതിയ മുഖം താന്തോന്നി ഞാൻ തിയേറ്ററിൽ നിന്ന് ഉണ്ടല്ലോ, പുതിയ മുഖമൊക്കെ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ്. പക്ഷെ എന്നാലും അത് ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് കിട്ടുന്ന എക്സ്പീരിയൻസും പിള്ളേരുടെ വൈബൊക്കെ പക്ക വേറെയാണ്. അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ഇന്നത്തെ കാലത്ത് മിസ് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് ഈ ഒരു സിനിമകളിലുണ്ട്. അതൊക്കെ വീണ്ടും തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത്, അത് ആ ക്രൗഡിൻ്റെ ഉള്ളിലിരുന്ന് കാണുന്ന സമയത്തുണ്ടല്ലോ, അത് ഒരു സുഖം വേറെ തന്നെയാണ്. അത് നിങ്ങൾ അനുഭവിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോട്ടാമുംബൈ കളിക്കുന്ന ദിക്കുകൾ എവിടെയൊക്കെയാണ് അവിടെയൊക്കെ പോയി പടം കാണുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. തിയേറ്ററൊക്കെ അക്ഷരാർത്ഥത്തിൽ കുലുങ്ങി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കും എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ റിലീസിൻ്റെ സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു റിലീസ് സിനിമയ്ക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സോ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നു. എന്തായാലും തിയേറ്ററിൽ പോയിട്ട്, തിയേറ്ററിൽ നിന്ന് കാണാത്തവരാണെങ്കിൽ എസ്പെഷ്യലി തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. സോ എന്താണ് നിങ്ങളുടെ ചോട്ടാ മുംബൈ തിയേറ്റർ അനുഭവം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.